ഒരേ ഒരു ക്യാപ്റ്റനിലേക്ക് സമ്മേളനാനന്തരം പാർട്ടിയെ കൊണ്ടുചെന്നെത്തിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. 2026 നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വട്ടം കൂടി CPM അധികാരത്തിൽ വരും എന്ന തോന്നലുളവാക്കാനും അവർക്ക് സാധിച്ചു. അടുത്ത ഒരു വർഷം എല്ലാ തിന്മകളെയും മൂടിവെക്കാൻ കഴിയുന്ന നന്മകളുടെ സർക്കാരായി പിണറായി സർക്കാരിനെ മാറ്റാനുള്ള സകല തന്ത്രങ്ങളും ഉറപ്പാക്കിയതിനു ശേഷമാണ് സമ്മേളനം പിരിഞ്ഞത്. ഇത്രയും അച്ചടക്കത്തോടെ വിഷയങ്ങൾ സംസാരിക്കപ്പെട്ടതിൽ ഈ പാർട്ടിക്ക് അഭിമാനിക്കുക തന്നെ ചെയ്യാം. ഒതുക്കപ്പെടും എന്ന് പൊതുമാധ്യമങ്ങൾ വിലയിരുത്തി ശൈലജ ടീച്ചർക്ക് പ്രമോഷൻ നൽകി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചത് ഈ പാർട്ടി ആർക്കും പിടികൊടുക്കാത്ത ഒരു പ്രതിഭാസമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടാണ് അതേസമയം ടീച്ചർക്ക് പകരം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായി രംഗപ്രവേശം ചെയ്ത വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവെന്ന പദവിയിലേക്ക് കുറച്ചു നിർത്തിയതും നല്ല സന്ദേശമാണ് നൽകുന്നത്. പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്ന വമ്പൻ സ്രാവുകളെ മാറ്റി നിർത്താൻ ഈ പാർട്ടി കാണിച്ച ധൈര്യവും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്താൻ കാണിച്ച നിശ്ചയദാർഢ്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അനർഹരായ ആരും തന്നെ സംസ്ഥാന കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ കടന്നുകൂടിയിട്ടില്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കേരളത്തിലെ ജാതി മത തമ്പുരാക്കന്മാരുടെ വാക്കുകൾക്ക് വേണ്ടി അവരുടെ അന്ധപുരങ്ങളിൽ പോയി ഒച്ചാനിച്ചു നിൽക്കുന്ന പാർട്ടി അല്ല CPM എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ഈ സമ്മേളനത്തിനാവുകയും ചെയ്തു. പിണറായിക്ക് ശേഷം ആരാകും ഈ സർക്കാരിനെ നയിക്കുക എന്ന പൊതുജനങ്ങളുടെ ആഗ്രഹത്തെ സാധൂകരിച്ചുകൊണ്ടാണ് ശൈലജ ടീച്ചറെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും പൊള്ളുന്ന കനൽ വഴികൾ താണ്ടി വന്ന് അധികാരത്തിന്റെ അമരത്വത്തെ പിണറായി വിജയനെ അംഗീകരിക്കാൻ കാണിച്ച പാർട്ടി മനസ്സ് ചെറുതൊന്നുമല്ല. ഏതു കപ്പലായാലും അത് ഉലയാതെ നയിക്കണമെങ്കിൽ ശക്തനായ ഒരു കപ്പിത്താൻ അനിവാര്യമാണെന്ന സന്ദേശം ശക്തമായി നൽകാനും CPMന് സാധിച്ചു. സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സാധൂകരിക്കാൻ കാണിച്ച മിടുക്ക് ഈ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഏതെങ്കിലും നേതാവിന്റെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടുമെന്ന് കരുതി ഗൺമൈക്കുമായി കാത്തിരുന്നത് വെറുതെയായി. അച്ചടക്കത്തിന്റെ പൊതുബോധം എങ്ങനെ കൊണ്ടു നടക്കുന്നുവെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രാവർത്തിക തലത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഈ സമ്മേളനത്തിനായി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വിമർശിക്കേണ്ടതിന് സംഘടനാപരമായി വിമർശിച്ചും അംഗീകരിക്കേണ്ടതിന് അംഗീകരിച്ചും മുന്നോട്ടു പോയ ഈ സമ്മേളനം CPM എന്ന പാർട്ടിക്ക് കേരളത്തിൽ നൽകിയിട്ടുള്ള നല്ല പേര് ആർക്കും മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല. നിരവധി മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള സംഭാഷണം വഴി കേരളത്തിലെ പ്രതിപക്ഷം ചെന്ന് പെട്ടിരിക്കുന്നത് പ്രകടമായ പടുകുഴിയിലേക്കാണ്. ഇനിയെങ്കിലും നല്ല പാഠം അഭ്യസിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം. താൻ പോരിമ കാട്ടി ഗൺമൈക്കുകൾക്ക് മുമ്പിൽ വാചാലരാകുന്ന കോൺഗ്രസ് ശൈലി ഒട്ടും ഭൂഷണമല്ല. തനിക്കു ചുറ്റും കൊട്ടാര വിദൂഷകന്മാരായി നിൽക്കുന്ന അനുചര വൃത്തത്തെ നോക്കി ആഹ്ലാദം കൊണ്ട് മുന്നോട്ടു പോയാൽ സതീഷ ഈ പാർട്ടി ഉപ്പുവെച്ച കലം പോലെയായി തീരും. കേരളത്തിൽ നേടിയ ചില ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ എല്ലാം നേടി എന്ന് മതിമറക്കുന്നത് അപകടകരമാണ്. ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിന്റെ മരണാനന്തരം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ദുഃഖം വിട്ടുമാറാത്ത ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ മത്സരിച്ചാൽ ഭൂരിപക്ഷം ഇരട്ടിയാകുന്നതിന്റെ ലോജിക്ക് ആർക്കും മനസ്സിലാകും. PT തോമസിനെ പോലുള്ള ഒരാദർശധീരൻ മരണാനന്തരം കേരളത്തിന്റെ മുൻപിൽ അതിമാനുഷ ആദർശത്തോടു കൂടി ഉയർന്നു നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിച്ച ഒരു മണ്ഡലത്തിൽ കേരളത്തിന്റെ പരിചിതമായി നിന്ന തൃക്കാക്കര മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഇരട്ടിയായതിലും അത്ഭുതമില്ല. പിന്നെ പാലക്കാട്, അവിടെ CPMന് സരിനിലൂടെ അടിതെറ്റിയതെന്ന് സംശയമില്ലാത്ത കാര്യമാണ്. SDPI പോലുള്ള പാർട്ടികൾ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്തിന്റെ പേരിലായാലും നല്ലതാണോ എന്നുകൂടി ഈ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും കൂടി ആലോചിക്കണം. ഇനിയും ഒരു വർഷം മുന്നിൽ നിൽക്കുമ്പോൾ ബൂത്ത് തലം മുതൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു യോഗം വിളിക്കാൻ സാധിക്കുമോ എന്നത് ചോദ്യമാണ്. സാധിക്കണം എന്നതാണ് പറയാനുള്ളത്. അടിയൊഴുക്ക് എങ്ങോട്ടേക്കാണ് എന്നറിയണം. ഗ്രൂപ്പുകളുടെ വിഭാഗീയതകൾക്കപ്പുറത്ത് നിന്ന് അടുത്ത ഭരണം പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. എന്നിട്ട് മതി മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള നോട്ടം. ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് എടുത്തു പറയാനുള്ളത്. ആദ്യം ഉത്തരവാദിത്വം നിറവേറ്റണം. അതുവരെ ജനങ്ങളോട് അധികാരം ചോദിക്കരുത്.